സിനിമ ആരംഭിക്കുന്നത് തന്നെ തേനപ്പൻ എന്ന ആക്ടർ അവതരിപ്പിക്കുന്ന സലൂൺ ഓണർ കഥാപാത്രം പാടുന്ന ഒരു പാട്ടിലൂടെയാണ്. മഹാരാജയുടെ ഡയറക്ടറായ നിതിലൻ സ്വാമിനാഥന്റെ ആദ്യ ചിത്രമായ കുരങ്ങു ബൊമ്മയും ഇതുപോലെ തന്നെയാണ് ആരംഭിക്കുന്നത്. അതിലും സെയിം ആക്ടർ തന്നെയാണ് പാട്ടുപാടുന്നത്. മഹാരാജയിൽ തേനപ്പൻ പാടുന്നത് സെവന്തി പൂവുക്കും തെൻപാണ്ട്രി കാട്ടുക്കും എന്ന പാട്ടാണ്. ഇത് പുത്തൻ പുതു പൂവൈ എന്ന സിനിമയിലെ പാട്ടാണ്. ഇതിലെ നായകനായ റാംകിയുടെ പേരാണ് തേനപ്പൻ തൻ്റെ സലൂണിന് കൊടുത്തിരിക്കുന്നത് എന്ന് കാണാം. ചിലപ്പോൾ റാംകിയുടെ ഒരു ഫാൻ ആയിരിക്കും തേനപ്പൻ്റെ ഈ കഥാപാത്രം. സിനിമയിൽ പിന്നീട് വിജയ് സേതുപതി, അതായത് മഹാരാജ നടത്തുന്ന സലൂണിനാണെങ്കിൽ മകളുടെ പേരായ ജ്യോതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അനുരാഗ് കാശ്യപിൻ്റെ സെൽവ എന്ന കഥാപാത്രം നടത്തുന്ന ഇലക്ട്രിക് ഷോപ്പിനാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ പേരായ കോകില എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. സിനിമയുടെ തുടക്കഭാഗത്ത് വിജയ് സേതുപതി ഒരു കടയിൽ നിന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടം വാങ്ങിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ആദ്യം എടുത്ത് കാണിക്കുന്നത് ഒരു ബൊമ്മയാണ്. എന്നിട്ട് ഭാര്യയോട് അത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഒരു കുരങ്ങു ബൊമ്മയാണ്. ഇത് ഡയറക്ടർ നിതിലൻ സ്വാമിനാഥന്റെ ഫസ്റ്റ് ചിത്രമായ കുരങ്ങു ബൊമ്മയുടെ ഒരു റെഫറൻസായി നമുക്ക് വേണമെങ്കിൽ കാണാം. അതിനുശേഷം എടുക്കുന്നത് അമ്മയും കുഞ്ഞുമുള്ള ഒരു പ്രതിമയാണ്. അപ്പോഴാണ് ആ ലോറി വിജയ് സേതുപതിയുടെ ഭാര്യയും മകളുമുള്ള വീട്ടിലേക്ക് ഇടിച്ചു കയറി ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അത് കണ്ട മഹാരാജയുടെ കയ്യിൽ നിന്നും ആ സ്റ്റാച്ചു വീഴുമ്പോൾ അതിൽ കുട്ടിയുടെ ഭാഗം മാത്രം പൊട്ടുന്നില്ല. അത് കുഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് എന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ ആക്സിഡന്റിൽ നിന്നും കുഞ്ഞ് രക്ഷപ്പെടാനുള്ള കാരണം ആ കുപ്പത്തൊട്ടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് തൊട്ടു മുമ്പ് തന്നെ ഡയറക്ടർ ആ കാര്യം ഫോർഷാഡോ ചെയ്യുന്നുണ്ട്. ആ ആക്സിഡന്റിന് തൊട്ടു മുമ്പായി ഒരു ഷോട്ടിൽ ക്യാമറ അല്പം മുകളിലേക്ക് പോവുകയും തട്ടിൽ വെച്ചിട്ടുള്ള ആ കുപ്പത്തൊട്ടിയെ കാണിക്കുന്നതും അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുള്ള യൂസ് മീ എന്നതിലേക്ക് സൂം ചെയ്യുന്നതായും കാണാം. മഹാരാജയിൽ രണ്ടിടത്താണ് പാമ്പിനെ കാണിക്കുന്നത്. ഈ രണ്ട് സന്ദർഭങ്ങളിലും അത് മഹാരാജയ്ക്ക് ഗുണമാവുന്നുണ്ട്. ഒന്ന് മഹാരാജയുടെ വീട്ടിലും മറ്റൊന്ന് പോലീസ് സ്റ്റേഷനിലും. ഈ രണ്ട് സ്ഥലത്തും പാമ്പ് എങ്ങനെ വന്നു എന്ന് കൃത്യമായി ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. മഹാരാജയുടെ വീട് വയലിൻ്റെ അടുത്താണ്, അതായത് ടൗണിൽ നിന്നൊക്കെ മാറി വയലുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് മഹാരാജയുടെ വീടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പാമ്പുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കൂടാതെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഫയലുകൾ വെച്ച തട്ട് വീഴുമ്പോഴാണ് പാമ്പിനെ കാണുന്നത്. അപ്പോൾ തന്നെ അവിടെ എലികളെയും കാണിക്കുന്നതിലൂടെ ആ എലികളെ തിന്നാനാണ് പാമ്പ് അവിടെ എത്തിയതെന്ന് സൂചിപ്പിക്കുകയാണ്. ആദ്യത്തെ ഇൻസിഡൻറ്റിൽ പാമ്പ് കാരണം ആ ടോൾ കടലാസ് കാണാൻ കാരണമാകുന്നെങ്കിൽ രണ്ടാമത്തെ സീനിലാണെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ പോലീസുകാരെല്ലാം ഭയന്നോടുകയും വിജയ് സേതുപതി ആ പാമ്പിനെ കീഴടക്കുകയും ചെയ്യുന്നു. അതിലൂടെ സിഐയുമായി സംസാരിക്കാനുള്ള ഒരു അവസരം വിജയ് സേതുപതിക്ക് വന്നു ചേരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാമ്പിനെ കാണുന്ന ഈ രണ്ട് സീനും മഹാരാജയ്ക്ക് ഒരു അഡ്വാൻറ്റേജായി മാറുന്നുണ്ട്. സിനിമ നടക്കുന്നത് രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ്. നോൺ ലീനിയർ ആയിട്ടാണ് സിനിമ കഥ പറയുന്നതെങ്കിലും രണ്ട് കാലഘട്ടങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. പ്രസൻറ്റ് കാലഘട്ടം എന്ന് പറയുന്നത് 2023 ഫെബ്രുവരിയാണ്. പോലീസ് സ്റ്റേഷനിൽ തൂക്കിയിട്ടുള്ള കലണ്ടറിലൂടെ അത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പാസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് 2009 സെൽവ ആ ബാർബർ ഷോപ്പിൽ നിന്ന് വായിക്കുന്ന പേപ്പറിലൂടെയും പിന്നീട് മണികണ്ഠൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന 13 വർഷം എന്ന കണക്കിലൂടെയും നമുക്കത് 2009 എന്ന് ഊഹിക്കാൻ പറ്റുന്നതാണ്. സേതുപതിയുടെ മഹാരാജ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഈ സീനിൽ പുറകിൽ നിങ്ങൾക്കൊരു തിരുക്കുറൽ ഒന്ന് കാണാം. ഇത് സിനിമയുടെ മൊത്തം കഥയെയും സൂചിപ്പിക്കുന്നുണ്ട്. ഡിസിപ്ലിൻഡായ അല്ലെങ്കിൽ നേർവഴിക്ക് ജീവിക്കുന്നവർ എപ്പോഴും അതിൽ നിന്ന് തെന്നി മാറില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. വിജയ് സേതുപതിയുടെ ക്യാരക്ടർ അത്തരത്തിലുള്ള ഒരാളാണ്. തൻ്റെ മകളെയും അത്തരത്തിലാണ് മഹാരാജ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ വെച്ച് തൻ്റെ മകൾ ആ കുറ്റം ചെയ്യില്ല എന്ന് മഹാരാജ തറപ്പിച്ച് പറയുന്നതും പിന്നീട് അത് തെളിഞ്ഞപ്പോൾ മാപ്പ് പറയണം എന്ന് പറയുന്നതും. മഹാരാജയുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്ന ഒരു സീൻ കൂടിയാണിത്. മകൾ ജ്യോതിയും ഇത്തരത്തിലുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ അനുവാദമില്ലാതെ ഷൂസ് മറ്റൊരു കുട്ടി എടുത്തപ്പോൾ എടുക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ അത് അനുവാദം ചോദിച്ചിട്ടാകണം എന്ന് പറയുന്നതും പിന്നീട് ആ ഷൂ അവൾക്ക് തന്നെ കൊടുക്കുന്നതും. മഹാരാജ ആ പോലീസ് സ്റ്റേഷനിൽ ദിവസവും വരുന്നത് തൻ്റെ മകളെ ഉപദ്രവിച്ചാൽ ഒരാൾ പോലീസുമായി ബന്ധമുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനിലെ ഓരോ പോലീസുകാരുടെയും പേര് മഹാരാജ നോട്ട് ചെയ്യുന്നതായും കാണിക്കുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിലൊരു വാചകമുണ്ടായിരുന്നു, വാട്ട് ഗോസ് എറൗണ്ട് കംസ് അറൗണ്ട്. അതായത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന്. സിനിമയുടെ മൊത്തം കഥയും ഈ വാക്കിലേക്ക് ചുരുക്കാം. അനുരാഗ് കശ്യപിൻ്റെ സെൽവ എന്ന ക്യാരക്ടർ ചെയ്ത തിന്മകൾക്ക് ഫലമായി എത്ര വലിയ ശിക്ഷയാണ് അയാൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് നല്ല ശിവ എന്ന ക്യാരക്ടറും. താൻ ചെയ്ത ആ ക്രൈമിലേക്ക് പോലീസ് അന്വേഷിച്ചല്ല നല്ല ശിവത്തെ കണ്ടുപിടിക്കുന്നത്, അല്ലാതെ തന്നെ അയാൾ എത്തിച്ചേരുകയാണ്. കൂടാതെ ആ പോസ്റ്ററിൽ വിജയ് സേതുപതിയുടെ ഫേസിന് മുകളിൽ ഒരു ഈഗിളിൻ്റെ ചിത്രവും അനുരാഗ് കശ്യപിൻ്റെ മുകളിൽ ഒരു വൂൾഫിൻ്റെ ചിത്രവും കാണാം. ഇത് ഇവരുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് വൂൾഫ് രാത്രിയിൽ കൂട്ടമായി വേട്ടയ്ക്കിറങ്ങുന്നവരാണ്. അതുപോലെ തന്നെയാണ് സെൽവയും കൂട്ടമായി വീടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോഷണം നടത്തുന്നവരായി കാണാം. എന്നാൽ മഹാരാജയെ ഈഗിളുമായി കണക്ട് ചെയ്യുന്നത് എന്താണെന്നാൽ ഈഗിൾ ഒറ്റയ്ക്ക് ഇരപിടിക്കുന്ന ജീവിയാണ്. അതുപോലെ തന്നെയാണ് മഹാരാജയും. തൻ്റെ റിവഞ്ച് ഒറ്റയ്ക്കെടുക്കുകയാണ് മഹാരാജ. കൂടാതെ ഈഗിളിനെ കിങ് ഓഫ് സ്കൈ എന്നും പറയാറുണ്ട്.
ഇവിടെ ഈ ഒരു രാജ കണക്റ്റും നമുക്ക് കാണാൻ പറ്റും. ക്ലൈമാക്സിൽ ജ്യോതിയുടെ ഫുട് പ്രിന്റിലേക്ക് സെൽവയുടെ ബ്ലഡ് വന്ന് നിറയുന്ന ഷോട്ട് ഗംഭീര വിഷ്വലായിരുന്നു. അതിന് സിനിമയിൽ തന്നെ ഒരു കണക്റ്റുമുണ്ട് എന്നറിയാം. അതുകൂടാതെ മജീദിയുടെ ബാരൻ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷോട്ടിൻ്റെ ഒരു റെഫറൻസായി കൂടി ഇതിനെ കാണാം. ഇതൊക്കെയാണ് സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസായി പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.